നമസ്കാരം. ഇത് നമ്മൾ മലപ്പുറം ചങ്ങരംകുളത്ത് മിസ്റ്റർ ചന്ദ്രൻ ആൻഡ് ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സൈറ്റിൽ എക്സ്കവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫൗണ്ടേഷൻ കൊടുക്കേണ്ട സമയമാണ്. രണ്ട് തരത്തിലുള്ള സോയിലാണ് പ്രധാനമായിട്ടും നമുക്ക് ജനറലി നമുക്ക് സോയിൽ കണ്ടീഷൻ അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വളരെ വീക്കായിട്ടുള്ള ദുർബലമായിട്ടുള്ള സോയിൽ, രണ്ട് നല്ല ഉറപ്പുള്ള ഹാർഡ് സ്റ്റാർട്ടുള്ള സോയിൽ. ഓക്കെ, ഇതിൽ വീക്ക് സോയിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് ഒരു സോയിൽ ഇൻവെസ്റ്റിഗേഷൻ എഞ്ചിനീയറോ ബന്ധപ്പെട്ട എഞ്ചിനീയർ റെക്കമെൻഡ് ചെയ്യുകയും അത് ആ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഉറപ്പുള്ള മണ്ണിൽ താരതമ്യേന അങ്ങനെ വലിയൊരു പരിശോധനയൊന്നും നമ്മൾ നടത്താറില്ല. എങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം, നല്ല ഉറപ്പുള്ള മണ്ണിലും വീടൊക്കെ ഫൗണ്ടേഷനും ബേസ്മെൻറ്റൊക്കെ കൊടുത്ത്, കരിങ്കല്ല് ഫൗണ്ടേഷനും ബേസ്മെൻറ്റൊക്കെ കൊടുത്ത് കുറച്ച് നാളുകൾക്ക് അകം തന്നെ, വീട് പണി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് അകം തന്നെ വീടുമേ ഒരു നെടുനീള ക്രാക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ വരാനുള്ള കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്, നമ്മൾ നല്ല ഉറപ്പുള്ള സോയിലിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വേറെ ചെക്കിങ് പരിശോധന നടത്താതെ തന്നെ നമ്മൾ DRM ഫൗണ്ടേഷനിലേക്ക് നേരിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ പതിയിരിക്കുന്ന ഒരു കാര്യം, പഴയ കാലത്ത് ആ പ്ലോട്ടിനകത്ത് ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ള കുഴികളോ അല്ലെങ്കിൽ ഒരു കിണറിൻ്റെയോ കുളത്തിൻ്റെയോ ഏതെങ്കിലും ഒരു അംശം ചിലപ്പോൾ ഈ ഫൗണ്ടേഷനകത്ത് വരാം. നമ്മുടെ ആളുകളൊക്കെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്ത് കുഴികളൊക്കെ ഈ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് മൂടുക. അപ്പോൾ ഈ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഭൂമിക്കടിയിൽ കിടന്ന് സ്വാഭാവികമായിട്ടും അത് അളിഞ്ഞു പോവുകയും അതിൻ്റെ സർഫേസ് ലെവലിലുള്ള മണ്ണ് മാത്രം ഉറപ്പിൽ നിൽക്കുകയും ചെയ്യും. ഇത് അറിയാതെ നമ്മൾ ഇതിൻ്റെ മുകളിൽ മേൽമണ്ണിൻ്റെ ഉറപ്പ് മാത്രം മനസ്സിലാക്കി നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുകയും വീട് പണി കഴിയുമ്പോൾ ഈ ലോഡ് വരുന്നതോടുകൂടി അത് ഇരിക്കുക, ഈ ഹോളോ ഫീലിംഗ് വരുന്ന സ്ഥലത്ത് അത് ഇരിക്കാൻ ഇടവരികയും ഇത്തരത്തിലുള്ള ക്രാക്ക് രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ എല്ലാ സൈറ്റിലും അഡാപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്, ഒരു എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു എഞ്ചിനീയർ കൃത്യമായിട്ടൊരു കമ്പി എടുത്ത് നമ്മുടെ ഫൗണ്ടേഷനകത്ത് കൃത്യമായൊരു വാക്ക് ചെക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. പോസ്റ്റ് എക്സ്കവേഷൻ വാക്ക് ചെക്കിംഗ് പ്രോസസ്സ് എന്നാണ് നമ്മളതിനെ പറയുക. ഒരു കമ്പി എടുത്ത് മൊത്തം ഇതിലിങ്ങനെ കുത്തി നോക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പിറ്റിൻ്റെയോ കുളത്തിൻ്റെയോ കിണറിൻ്റെയോ ഏതെങ്കിലും ഒരു അംശം ഇത്തരത്തിൽ ഹോളോ ഫീലിംഗ് ഉള്ളത് നമ്മുടെ ഫൗണ്ടേഷനകത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയും ആ ഭാഗത്ത് മാത്രം നമ്മൾ സ്പെഷ്യലി ട്രീറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ കൊടുത്ത് ഫൗണ്ടേഷൻ നമ്മൾ ബലപ്പെടുത്തും. അപ്പോൾ നിർബന്ധമായിട്ടും പ്രത്യേകിച്ചും ഉറപ്പുള്ള മണ്ണാണെന്ന് കരുതി നമ്മൾ ഇത്തരത്തിലൊരു ചെക്കിങ് ഒഴിവാക്കരുത്. ഇത്തരത്തിൽ കൃത്യമായി പരിശോധിച്ച് നമ്മുടെ വീടിന് ഉറപ്പുള്ള ബേസ്മെൻറ്റും ഫൗണ്ടേഷനും കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.